മക്കളെ എല്ലാവർക്കും ടീച്ചറുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചെറിയൊരു പൂക്കളാക്കാന്ന് പറഞ്ഞിട്ട് പൂവെല്ലാം എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം ഉണ്ട് പൂ. അപ്പോൾ അതെല്ലാം ഞാൻ പറിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പൂ പറിക്കുന്നു. വളപ്പിൽ എത്ര നല്ല പൂവുണ്ട്. എന്തിന് നമ്മൾ വെറുതെ പൈസ എല്ലാം കൊടുത്ത് വാങ്ങിക്കുന്നത്. ഇതാ നല്ല കമ്മൽ പോലെ മഞ്ഞ കളറിലെ പൂ. അപ്പോൾ ചെടിയും പൂവെല്ലാം ഒന്നിച്ച് പറിക്കുന്നതാണ് ടീച്ചർ. നമുക്ക് നല്ലൊരു പൂക്കളാക്കണം. ഓണമല്ലേ, അങ്ങനെയാണ് ഇറങ്ങിയത് പൂ പറിക്കാൻ. അപ്പോൾ ഇതന്നെ മതി നമുക്ക്. നമ്മൾ വീട്ടിലെ പൂ തന്നെ പറിച്ച് പൂക്കളാക്കാമെന്ന് വിചാരിച്ചു. തണ്ടിൻ്റെ പൂ പിന്നെ തുമ്പപ്പൂ എല്ലാം നമ്മൾ ഇതിൽ കൂട്ടിയിട്ട് പൂക്കളാക്കാം. ഇനി കുറച്ച് ചെറിയ ഇല ചെടിയുണ്ട്, ചെടിയുടെ ഇല എടുക്കുക, അതും ഇതിൻ്റെ ഒപ്പരം കൂട്ടാം. അപ്പോൾ ചെടിയുടെ ഇലയും ടീച്ചർ കുറച്ച് പറിക്കുന്നു. ഈ ഇല കണ്ടോ, കാണുമ്പോൾ നമുക്കിത് നെല്ലിക്കര ഇല പോലെയുണ്ട്. നല്ലൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലയും ഇതിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും പൂക്കളം കാണാൻ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുമെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഈ ഒരു കളറ് ചെടിയുടെ ഇലയുണ്ട്, അതും കൂട്ടാം. നമുക്ക് ഭംഗി കൂട്ടാം, നല്ല ഭംഗിയാക്കാലോ. ഓണപ്പൂക്കളെ ഭംഗിയാക്കി എത്ര നല്ല ഭംഗി കാണാൻ, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതും കൂട്ടാം ഇതിൻ്റെ ഒന്നിച്ച്. ഏത് കളറ് ചെടി ഇതാ, ഇതിനെയും കൂട്ടാം ഇതിൻ്റെ ഒപ്പരം. ഇതൊരു ചെടിയുടെ ഇലയാണ്, ഇതും കൂട്ടി. പിന്നെ കളറ് താളിൻ്റെ ഇല കണ്ടുവന്നോ, ഇത് നല്ല കളർ. ഇതാ താളിൻ്റെ ഇലയാണ്, ഇത് നല്ല കളറാണ്. ഇത് നമുക്ക് അതിൻ്റെ ഒപ്പരം വെച്ച് കൊടുക്കാം. ഇതാ എന്ത് ഭംഗിയാണ് ഈ ചെടി. ഈ ചെടി ഇല ഇതിൻ്റെ ഒന്നിച്ച് വെക്കാമല്ലോ. അപ്പോൾ എത്ര തരം കളറ് ചെടിയായി. ചീരയാണ്, കറി വെക്കാറുണ്ട്, ഇത് പൂക്കളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ചെറിയ ചീര ഇലയാണിത്. ഇത് നമുക്കതിൻ്റെ ഒപ്പരം കൂട്ടാം. പിന്നെതാ മുല്ലപ്പൂവിനെ പോലെയുള്ളൊരു മുക്കുറ്റി എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. മുല്ലപ്പൂ പോലെ മണമില്ല, എന്നാലും കാണുമ്പോൾ മുല്ലപ്പൂ പോലെ ഇരിക്കും. ഇതിൻ്റെ ഒരു നീല പൂ പിടിക്കും. ഇപ്പോൾ പൂ പിടിക്കാനായില്ല, ഈ ചെടിയിൽ പൂവുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഇല ഇന്ന് ഓണപ്പൂക്കളത്തിൽ ഇല ഉൾപ്പെടുത്താം. ഇനി വേറൊരു ചെടി കണ്ടോ നിങ്ങൾ, ഇത് സൂര്യകിരീടം എന്ന് പറയും. ഈ ചെടിയിൽ നിറയെ പൂവുണ്ടാകും. ഇത് കുറേ ദിവസം ഈ പൂവ് ഇങ്ങനെ നിൽക്കും, വീഴാതെ നിൽക്കും. ഇത് നല്ലൊരു ചെടിയാണ്. വേനൽക്കാലത്തും മഴക്കാലത്തെല്ലാം പൂവുണ്ടാവും. ചെമ്പരത്തി വെക്കണം ഇതിൻ്റെ ഒപ്പരം കൂട്ടാൻ. ചെമ്പരത്തി ഞങ്ങൾക്ക് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് മകൾ പറിച്ചു തന്നതാണ്. അപ്പോൾ ചെമ്പരത്തിയും കിട്ടി. അപ്പോൾ ചെമ്പരത്തി ഇതിൻ്റെ ഉപ്പെടുത്താം. അത് തന്നെ ആ പൂള്. ഈ പൂ ഇതെന്താണ്, നല്ല വെളുത്ത മുട്ട് പോലെ ഇരിക്കൂ. അതിൻ്റെ ഉള്ളിൽ നോക്കിയതാ കൊല കൊലയായി പിടിക്കൂ. ഇത് ചുവപ്പ് കളറും വെള്ള കളറും കൂടിയതാണ്. ഇത് വേനൽക്കാലത്തും മഴക്കാലത്തും ഉണ്ടാകുന്ന പൂവാണ്. നല്ല കളറുണ്ട്, എന്ത് ഭംഗിയുണ്ട്. മണമില്ല, എന്നാലും നല്ല കളറില്ലേ, നല്ല മനോഹരമായ പൂവാണ്. അപ്പം നമുക്ക് പൂക്കൾ ഒരുക്കാം. അപ്പോൾ ടീച്ചർ അറിയുന്ന പോലെ ചെറിയൊരു പൂക്കൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ലപോലെ വരക്കാനൊന്നും അറിയില്ല ടീച്ചർക്ക്, എന്നാലും ചെറിയൊരു പൂക്കളം ടീച്ചറെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയ പൂവെടുത്തിട്ട് ഇടാൻ പോവുകയാണ്. പൂക്കൾ ഒരുക്കുകയാണ്. ആദ്യം ചുവന്ന പൂ വെച്ചു, അതിന് ചുറ്റും ടീച്ചർ വരച്ചൊന്നുമില്ല, വരക്കാതെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പൂക്കളം. വരക്കാനൊന്നും ടീച്ചർക്ക് നല്ലപോലെ അറിയാത്തതുകൊണ്ട് ടീച്ചർ പൂ വെച്ച് തന്നെ പൂക്കളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ചുറ്റും വെക്കുക. ഇത് ടീച്ചർ വരക്കാതെ വെക്കുന്നത്, ടീച്ചർ വരച്ചൊന്നുമില്ല, ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു പൂക്കളം തയ്യാറാക്കാം.
ടീച്ചർ ആ പറിച്ച ഇലയില്ലേ, ഇതാ ചെറിയ ഇല കണ്ടത്, ഈ ചെടിയുടെ ഇല. ഇത് കാണുമ്പോൾ നമുക്ക് പുളിയുടെ ഇല പോലെ അല്ലെങ്കിൽ നെല്ലിക്കയുടെ ഇല പോലെ എല്ലാം കാണുന്നു, മാത്രം ഇതൊരു ചെടിയുടെ ഇലയാണ് കേട്ടോ. ഈ ചെടി നിങ്ങൾക്ക് പറിച്ചുകൊണ്ടോ എന്നറിയില്ല. ടീച്ചറെ പൂക്കളെല്ലാം റെഡിയായി നല്ല ഭംഗിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായാൽ. ബൈ.